ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് റോഡിൽ വർദ്ധിച്ചുവരുന്ന അപകടങ്ങൾ തടയുന്നതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ വിഷ്ണു ചെമ്മുണ്ടവള്ളി ആവശ്യപ്പെട്ടു. വാഹനങ്ങളുടെ അമിത വേഗതയാണ് പ്രധാനമായും അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നും വിഷ്ണു ചൂണ്ടിക്കാട്ടി. നിലവിൽ സിഗ്നൽ ലൈറ്റുകളില്ലാത്ത പട്ടിത്താനം റൗണ്ടാന ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റുകളും ദിശാബോർഡുകളും സ്ഥാപിക്കുക. ബൈപ്പാസ് റോഡിൽ വാഹനങ്ങളുടെ വേഗം നിയന്ത്രിക്കാൻ ക്യാമറകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. തിരക്കേറിയ തവളക്കുഴി ജംഗ്ഷനിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഗതാഗതം നിയന്ത്രിക്കാനും പോലീസിനെ നിയോഗിക്കുക. ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ കിഴക്കും വടക്കും ഭാഗങ്ങളിൽ നിന്ന് പ്രവേശിക്കുന്ന ക്രോസ് റോഡുകളിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുക. സർക്കാരും പോലീസ് അധികാരികളും അടിയന്തരമായി ഇടപെടണമെന്ന് വിഷ്ണു ചെമ്മണ്ടവള്ളി പറഞ്ഞു. ഈ മണർകാട് പട്ടിത്താനം ബൈപ്പാസ് റോഡ് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ അപകടങ്ങൾ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ബൈപ്പാസിലെ പല സ്ഥലങ്ങളിലും തവളക്കുഴി ജംഗ്ഷനുകൾ ഉൾപ്പെടെയുള്ള കാരകണ്ണം വരെയൊക്കെ ക്രോസ് റോഡുകൾ ഒട്ടനവധിയുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നാമത്തെ കാര്യം, ബൈപ്പാസ് തുടങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ സ്പീഡിലാണ് ഇവിടുത്തെ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത്. എറണാകുളം മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾ മണർകാട് പുതുപ്പള്ളി വഴി ചങ്ങനാശ്ശേരി എപ്പിസോഡ് ടച്ച് ചെയ്യാതെ പോകുന്ന ഒട്ടനവധി വാഹനങ്ങൾ ഈ റോഡ് വഴിയാണ് പോകുന്നത്. അപ്പോൾ വാഹനങ്ങൾ പോകുന്നത് നല്ല രീതിയിൽ നല്ല വേഗത്തിലാണ്, സ്പീഡിലാണ് പോകുന്നത്. ആ സ്പീഡ് മൂലമാണ് ഇവിടെ കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അധികൃതർ, അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ക്യാമറ സ്ഥാപിക്കുകയാണെങ്കിൽ, അതിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ക്യാമറ വേഗത നിയന്ത്രിക്കാനുള്ള ക്യാമറ എത്രയും പെട്ടെന്ന് അടിയന്തരമായി സ്ഥാപിക്കുകയും അത് മനസ്സിലാക്കിയ ആളുകൾ വേഗത കുറച്ച് പോവുകയും നിരവധി വരാനിരിക്കുന്ന അപകടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മൾ അപകടം വന്നതിന് ശേഷം നമ്മളതിന് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെയും ഓരോ ദൃശ്യമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതാണ്. ഈ ബൈപ്പാസിലെ വേഗത ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ അപകടത്തിന് കാരണം. 8 നോമ്പാഘോഷങ്ങൾക്ക് മണർകാട് പള്ളിയിലേക്ക് കൂടുതൽ വിശ്വാസികൾ എത്തുന്ന ഈ സമയത്ത് അമിത വേഗം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. i4a ന്യൂസ്, ഏറ്റുമാനൂർ.